Aswathy. അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായി കാണുമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടും. ഇതിന് മുന്നേ നമ്മൾ ബോഡി ഷേപ്പിനെ വെച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പോയി കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജീൻസസ്. എല്ലാവരുടെയും വാർഡ്രോബിൽ ഉറപ്പായിട്ടും വേണ്ട ഒരു സാധനമാണ് ജീൻസസ്. വേണ്ട ഒരു സാധനമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ എന്തായാലും ഒരു ജീൻസൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് ഷേപ്പിനനുസരിച്ചുള്ള പാർട്ടീഷനും കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഷേപ്പിന് അനുസരിച്ചുള്ള ജീൻസസും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കറക്റ്റായിട്ട് ചൂസ് ഇല്ലെങ്കിലാണ് നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ജീൻസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിലിങ്ങനെ കുറച്ചിങ്ങനെ വിട്ടിരിക്കും. നമ്മുടെ കറക്റ്റായിട്ടുള്ള ഫിറ്റ് ആയിരിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പറയുന്നത് വേസ്റ്റ് ഗ്യാപ്പ് എന്നാണ്. നമ്മുടെ വേസ്റ്റിൻ്റെ ഇവിടെയുള്ള വേസ്റ്റ് ഗ്യാപ്പിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ജീൻസ് അല്ല നിങ്ങൾ ചൂസ് ചെയ്യും. എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും കയ്യിൽ ഒരു 1-2 ജീൻസൊക്കെ ഉണ്ടാവും, ബ്ലൂവും ബ്ലാക്ക് ഒക്കെ. അപ്പോൾ ജീൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ പോയി ജീൻസ് എടുക്കില്ല എല്ലാ പരിപാടിയും. അപ്പോൾ നിങ്ങളുടെ ഒരു ബോഡി ഷേപ്പ് ഗ്ലാസ് ബോഡി ഷേപ്പാണെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെ വരുന്നത്. അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കേണ്ട ജീൻസസ് ഏതാണെന്ന് പറഞ്ഞാൽ ഹൈ റൈസ് ജീൻസസ് ആയിരിക്കും. നമ്മൾ ഇവിടെ വരെയുള്ള ഹൈ റൈസ് ആയിട്ടുള്ള ജീൻസസ്, അതിൻ്റെ പിക്സെല്ലാം ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും ഹൈ റൈസ് ജീൻസ് എന്തെന്നാണ്. അപ്പോൾ ഹൈ റൈസ് ജീൻസസ് എടുക്കുക, ബൂട്ട് കട്ടായിട്ടുള്ള ഫ്ലെയർഡ് ആയിട്ടുള്ള ജീൻസസ് എടുക്കുക. അതൊക്കെയാണ് അവർക്ക് ഏറ്റവും അടിപൊളി. അല്ലാതെ പോയിട്ട് സ്കിന്നി ഫിറ്റ് ജീൻസസ് ഒക്കെ എടുക്കാം, നിങ്ങൾക്കത് ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചൊക്കെ വെക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ സ്യൂട്ടായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അവർക്ക് സ്കിന്നി ഫിറ്റ് ജീൻസ് ഇട്ടാലും അടിപൊളി ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരു ഫാഷൻ, ഒരു ട്രെൻഡി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ജീൻസസ് ഇതൊക്കെയാണ്. ഓക്കെ, ഹൈ റേസ് ആയിട്ടുള്ളതും ബൂട്ട് ഫ്ലയർഡ് ആയിട്ടുള്ളതും അങ്ങനത്തെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ആ ഒരു ബോഡി ഷേപ്പിന് സ്യൂട്ടായിട്ടുള്ള സംഭവം. നിങ്ങളുടെ ഫേസ് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയാങ്കിൾ ഷേപ്പ്. ഓക്കെ, ട്രയാങ്കിൾ ഷേപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതും ഇവർക്കും ഫ്ലയർഡ് ആയിട്ടുള്ള എടുക്കുക. കാരണം നിങ്ങളുടെ ഹിപ്പ് എന്ന് പറയുന്നത് കുറച്ച് വലുതായിരിക്കും അക്കോർഡിംഗ് ടു യുവർ ഷോൾഡർ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹിപ്പ് ഇങ്ങനെ കുഞ്ഞിതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്ലെയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോം ജീൻസസ്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ സ്കിൻ ഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാല് കുന്നതായിരിക്കും, കുന്നാപ്രിയായിരിക്കും, നിങ്ങളുടെ ഹിപ്പ് കുറച്ച് വലുതായിട്ട് തോന്നിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനാണ്. പിന്നെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ജീൻസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ആയിട്ടുള്ള ഹിപ്പാണ് ഉള്ളതുണ്ടെങ്കിൽ നിങ്ങളുടെ ജീൻസിൻ്റെ പോക്കറ്റ്സ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടുള്ളത് എടുക്കാം. ചെറിയ പോക്കറ്റ്സുള്ള ജീൻസസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഹിപ്പിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് വലുതാക്കാണ്ട് കുഞ്ഞിതാക്കി തോന്നിക്കും. നിങ്ങളതിന് മറിച്ച് നിങ്ങൾ വലിയ പോക്കറ്റ്സാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ക് സൈഡ് കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് ഹിപ്പ് കുറച്ച് വലുതായിട്ടുള്ള എല്ലാ ബോഡി ഷേപ്സിൻ്റെ ആൾക്കാർക്കും കൂടിയാണ് ഈ പറയുന്നത്. ഓക്കെ, പിന്നെ എന്നെപ്പോലെ നിങ്ങളൊരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഹിപ്പ് എന്ന് പറയുന്നത് കുഞ്ഞിതായിരിക്കും. എൻ്റെ ഹിപ്പ് ചെറിയ ഹിപ്പാണ്. ആൻഡ് എനിക്ക് ചേരുന്ന ജീൻസസ് എന്ന് പറയുന്നത് ബോയ് ഫ്രണ്ട് ജീൻസ്, മോം ഫിറ്റ് ജീൻസ്, അതുപോലെ തന്നെ ഫ്ലയോഡ് ജീൻസ്, വൈഡ് ലെഗ് ജീൻസ്, ഇതൊക്കെയാണ് എനിക്ക് ചേരണത്. എൻ്റെ പക്ഷേ സ്കിൻ ഫിറ്റ് ജീൻസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതെല്ലാം ഇടാറുണ്ട്. ആൻഡ് ഞാനത് എൻ്റെ ഒരു ബോഡി ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും എനിക്ക് കൂടുതൽ ചേർന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വൈഡ് ലെഗും ഈ മോം ഫിറ്റൊക്കെയാണെന്ന്. എൻ്റെ ബോയ് ഫ്രണ്ട് ജീൻസ് പറഞ്ഞുകൊണ്ട് മോം ഫിറ്റ് ജീൻസ് എൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഉണ്ട്. നിങ്ങൾ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ബോഡി ഷേപ്പാണ്. ഇൻവേർട്ടഡ് ട്രയാങ്കിൾ മീൻസ് ഷോൾഡർ വലുതും അറിയാലോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഇതൊക്കെയാണ്. ടോൾ ഗേൾസിന്, ഇപ്പോൾ ടോൾ ഗേൾസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ബോഡി ഷേപ്പ് ആയിക്കോട്ടെ, ടോൾ ഗേൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലയോർഡ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്, ഒരു ഷോർട്ട് ജീൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് ജീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ ലെങ്ത്തിന് മേലെ വന്നിട്ട് കട്ടാവുന്നതില്ലേ, അത് നിങ്ങൾക്ക് ചേരില്ല, ഒരു രസം ഉണ്ടാവില്ല. അങ്ങനത്തെ ഇടുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ടോൾ ഗേൾസ് എല്ലാം അങ്ങനത്തെ ഇടുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ചും കൂടി നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ള ജീൻസുകളായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ കാല് വന്നിട്ട് ഇങ്ങനെ നൂല് പോലെ ആകാണ്ട് ഫ്ലയേർഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഒരു ഭംഗിയുണ്ടാവും, അതൊരു സ്റ്റൈലാണ്. ഓക്കെ, അതെല്ലാം ക്യാരി ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ, ഷോർട്ട് ഗേൾസിനുള്ള ആൾക്കാരാണെങ്കിൽ, എന്നെപ്പോലെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ഹൈ റൈസ്, എപ്പോഴും ഹൈ റൈസ് ആയിട്ടുള്ള ജീൻസ് എടുക്കുക. എപ്പോഴും എന്താ പറയുക, ക്രോപ്പ് ടോപ്പ് ആൻഡ് ഹൈ റൈസ്, അല്ലെങ്കിൽ ടീഷർട്ട് ഇട്ടിട്ട് ഇൻ ചെയ്തിട്ട് ഒരു ഹൈ റൈസ് ജീൻസ് ഇടുക. മിഡ് റൈസിനേക്കാൾ ഹൈ റൈസ് ആകുമ്പോഴാണ് കുറച്ചും കൂടെ പൊക്കം തോന്നിക്കുക. ആൻഡ് അത് നല്ല രീതിയിൽ ഇങ്ങനത്തെ ഒരു ഹീൽസ് ഇടണം എന്നില്ല പൊക്കം തോന്നിക്കാൻ. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ നമ്മളുടെ പൊക്കം തോന്നിക്കും. പക്ഷെ നമുക്ക് അല്ലാതെ തന്നെ ഒരു പൊക്കം തോന്നിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോലത്തെ ഹൈ റൈസ് ജീൻസും പിന്നെ സ്കിൻ ഫിറ്റ് ജീൻസൊക്കെ ഇടാം. ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിനാണ് എൻ്റെ ഈ സ്കിൻ ഫിറ്റ് ജീൻസ് എന്ന്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പൊക്കമുള്ള പോലെ ഫീൽ ചെയ്യും. കൂടുതലും ബ്ലാക്ക് ജീൻസ് ഇടുവാണെങ്കിൽ, ബ്ലാക്കിൻ്റെ മേലെ ബ്ലാക്ക് തന്നെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊക്കം ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാമാണ് ടിപ്സ്. എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.